നെക്സ്റ്റ് സീനിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ജോഹാൻ ഫെലിയോട് എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്ന് പറയുന്നു. എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ, നിന്റെ റെസ്റ്റോറൻറ്റിലുള്ള ആ പാർട്ട് ടൈം ജോബില്ലേ, നീ അത് ഉപേക്ഷിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നീ ഇപ്പോഴാണ് പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്തത്. ജോബും സ്റ്റഡീസും എല്ലാം നിനക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ജോബ് കാരണം നിനക്ക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. അവിടെ ജോബ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷെ എപ്പോഴെങ്കിലും ഈ ജോബ് കാരണം എൻ്റെ സ്റ്റഡീസിനെ അഫക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ ജോബ് ഞാൻ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുമെന്ന് മിസ്റ്റർ ജോഹാനോട് ഫെലി പ്രോമിസ് ചെയ്യുന്നുണ്ട്. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അതുപോലെ ചെയ്യാൻ മിസ്റ്റർ ജോഹാൻ പറയുന്നു. അതൊക്കെ പോട്ടെ, നിന്നെ ഈ വീട്ടിൽ എൻ്റെ മക്കൾ ഏതെങ്കിലും വിധത്തിൽ ശല്യപ്പെടുത്താറുണ്ടോ എന്ന് മിസ്റ്റർ ജോഹാൻ ചോദിക്കുന്നു. ഫെലി നാവിറും ഹെൽഗയും നോക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് നൈറ്റിലെ ഇൻസിഡൻറ്റിൽ. മാത്രമല്ല തങ്ങളെപ്പറ്റി മിസ്റ്റർ ജോഹാനോട് ഫെലി പറയുമെന്ന് അവർ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഫെലി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. തൻ്റെ ഫോക്കസ് ഇപ്പോൾ സ്റ്റഡീസിലാണെന്ന് അവൾ പറയുന്നു. രാഗി അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അവൻ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ സ്കൂളാണ് കാണിക്കുന്നത്. ഫെലി കോറിഡോറിൽ കൂടെ നടക്കുമ്പോൾ നാവിറും ഹെൽഗയും അവളുടെ അടുത്ത് വരുന്നു. നീ എന്താ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഫാദറിനോട് കംപ്ലൈൻറ്റ് ചെയ്യാനെന്ന് ഹെൽഗ ചോദിക്കുന്നുണ്ട്. ഫെലി മറുപടി ഒന്നും പറയാതെ സ്മൈൽ ചെയ്തുകൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. തലേന്ന് രാത്രി സംഭവിച്ച കാര്യം ഫാദറിനോട് പറയാതിരുന്നതിൽ നാവിറോ അവളോട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ രാഘവ് അവിടേക്ക് വരുന്നു. അവൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതവൻ ബാക്കിൽ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇവളുടെ ബുദ്ധിയാണ്. നമ്മളിനി ഒരിക്കലും ഇവളെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയെന്ന് രാഘ ബ്രദേഴ്സിനോട് പറയുന്നുണ്ട്. ഇതിന് മറുപടിയൊന്നും പറയാതെ ഫെലി അവിടുന്ന് പോകുന്നു. അപ്പോൾ രാഘ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ അവളുടെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഫെലി സ്കൂളിൽ കൂടെ നടക്കുകയാണ്. സ്റ്റുഡൻസ് എല്ലാം അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ കാര്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഒരുപാട് കൺഫ്യൂസ് ആകുന്നുണ്ട്. ജോർദൻ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഫെലി അവൻ്റെ അടുത്തേക്ക് വരുന്നു. സ്റ്റുഡൻസ് എല്ലാം ഫെലി നോക്കി ചിരിക്കുന്ന കാര്യം ജോർദൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അവളുടെ ബാക്കിൽ ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന കണ്ട് ജോർദൻ അതെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്ന വായിച്ച് ഫെലിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. ഇത് ചെയ്ത് രാഗിയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ദേഷ്യത്തിൽ ആ പേപ്പറുമായി രാഗിയെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യത്തിൽ സ്പീഡിന് നടന്നു വരുമ്പോൾ ഒരു ബോയുമായി അവൾ കൂട്ടിമുട്ടുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് അവന്റെ ദേഹത്ത് വീഴുന്നുണ്ട്. ഫെലി ആ പയ്യനോട് സോറി പറയുന്നുണ്ടെങ്കിലും സോറി അക്സെപ്റ്റ് ചെയ്യാൻ അവൻ തയ്യാറായിരുന്നില്ല. അവൻ ദേഷ്യത്തിൽ ഫെലി അടിക്കാൻ വേണ്ടി കൈ പൊക്കുന്നു. കറക്റ്റ് സമയത്ത് രാഘ വന്ന് അവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റുഡന്റിന്റെ പേര് കായ് എന്നാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ഗേളിനെ അടിക്കാതെ എന്നെ അടിച്ചു കാണിക്കാൻ രാഘ പറയുന്നു. അവൻ അടിക്കാതെ നിൽക്കുമ്പോൾ നിനക്കെന്താ എന്നെ പേടിയാണോന്ന് രാഘ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരു പേടിയുമില്ലെന്ന് കായ് സ്മൈൽ ചെയ്തുകൊണ്ട് രാഘയോട് പറയുന്നു. പേടിയില്ലെങ്കിൽ നീ ഞങ്ങളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഹെൽഗ അവനെ പുഷ് ചെയ്യുന്നുണ്ട്. കായ് ദേഷ്യത്തിൽ താഴ്ന്നെണീക്കുന്നു. എന്നിട്ട് രാഘയെ പഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫെലി അവരുടെ ഇടയ്ക്ക് വന്ന് രണ്ടുപേരോട് ഫൈറ്റ് ചെയ്തിരിക്കാൻ പറയുന്നു. ആളുകളെ പുഷ് ചെയ്ത് താഴെ ഇടാൻ ഞാൻ കുട്ടിയല്ലെന്ന് പറഞ്ഞ് കായ് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. രാഘയെ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ ഫെലിയെടുത്ത് വന്ന്, നിന്റെ മുഖത്ത് 2 കണ്ണുകളില്ലേ, നീ അത് യൂസ് ചെയ്യാൻ പഠിക്കൂ. നീ പ്രോപ്പറായിട്ട് നോക്കി നടക്ക്. അവിടെ ഇവിടെയും പോയി ഓരോ പ്രശ്നത്തിൽ വീഴാതിരിക്കാൻ രാഘ അവളോട് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ രാഘ ഫെലിയെക്കുറിച്ച് കൺസേൺ ആണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ ഫെലി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി രാഘയുടെ ദേഹത്തേക്ക് എറിയുന്നു. എന്നിട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹെൽഗയും നാവിറും നടന്നു വരികയാണ്. അപ്പോൾ കായും അവൻ്റെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സും അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ തമ്മിലെ ഫൈറ്റ് പ്രോപ്പർ ആയിട്ടില്ല എന്ന് കായ് അവരെ നോക്കി പറയുന്നു. ഇത് കേട്ട് ഹെൽഗയും നാവിറോയും അവനെ കളിയാക്കുന്നുണ്ട്. കായ് ദേഷ്യത്തിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് ഹെൽഗയുടെ നാവിറോയുടെ ദേഹത്ത് ഒഴിക്കുന്നു. ദേഷ്യത്തിൽ ഹെൽഗ കായെ അടിക്കുന്നു. ലാസ്റ്റ് ഫുൾ ഗ്യാങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിച്ച് ഒരു ടീച്ചർ അവിടേക്ക് വരുന്നു. ഹെൽഗ ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ്, ഞങ്ങളിവിടെ കരാട്ട പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് ഹെൽഗ പറയുന്നു. ഇത് വിശ്വസിക്കുന്ന ടീച്ചർ അവരോട് എല്ലാവരോടും ക്ലാസ്സിൽ പോകാൻ പറയുന്നു. പോകുന്നതിന് മുന്നേ കായ് ഹെൽഗയുടെ ചെവിയിൽ ഇത് ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സിലേക്ക് പോകുന്നു. ഇവിടെ നാവിറോ ക്ലാസ്സിലേക്ക് വന്ന്
ഷർട്ട് ഉണക്കാനായി ഒരു ഗേളിനോട് ടിഷ്യൂ പേപ്പർ ചോദിക്കുന്നുണ്ട്. തൻ്റെ കയ്യിൽ ടിഷ്യൂ ഇല്ലെന്ന് ആ ഗേള് പറയുന്നു. അപ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റൊരു ഗേൾ ടിഷ്യൂ പേപ്പറുമായി വന്ന് നാവിരുടെ കയ്യിൽ കൊടുക്കുന്നു. ഈ ഗേള് കഴിഞ്ഞ ദിവസം കൊറിഡോറിൽ വെച്ച് ഹെൽഗയും നാവിറും കണ്ട് ഇംപ്രസ്സായ ആ ബ്യൂട്ടിഫുൾ ഗേളായിരുന്നു. ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര് മോണിക്ക എന്നാണ്. നാവിറു നോക്കി സ്മൈൽ ചെയ്ത ശേഷം അവൾ അവിടുന്ന് പോകുന്നു. ഇവിടെ ഹെൽഗയും അവൻ്റെ ലോക്കറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഷർട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു ഗേൾ അവിടേക്ക് വന്ന് ഹാൻഡ് കർച്ചീഫ് എടുത്ത് അവന് കൊടുക്കുന്നു. ഇത് മോണിക്കയായിരുന്നു. നീയും നാവിറോയും ഒരുമിച്ച് എങ്ങനെ നനഞ്ഞു എന്ന് മോണിക്ക ചോദിക്കുമ്പോൾ അവൻ പ്രോപ്പറായിട്ട് ഒരു ആൻസർ പറയുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ട്വിൻസ് അല്ലേ, സോ ഞങ്ങൾ ഒരുമിച്ച് നനഞ്ഞു എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് മോണിക്ക സ്മൈൽ ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നു. ഹെൽഗി ആകട്ടെ അവൾ പോകുന്ന നോക്കി നിൽക്കുന്നു. എന്നിട്ട് അവൾ കൊടുത്ത കർച്ചീഫ് സ്മെല് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലിയും ഷാനിയും എലീനും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് വരുന്നു. എന്നിട്ട് എല്ലാവരും അവരുടെ സീറ്റിലിരിക്കുന്നുണ്ട്. എന്തോ കാര്യം ഓർത്ത് രാഘ ഒരുപാട് ചിരിക്കുന്നു. അപ്പോഴേക്കും ടീച്ചറും ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. രാഘ ഫെലിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കണ്ണിങ്ങായി സ്മൈൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഫെലിക്ക് എന്തോ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നു. അവൾ എണീറ്റ് നോക്കുമ്പോൾ അവളുടെ സീറ്റിൽ ആരും ഒരുപാട് ഇങ്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ സ്കേർട്ടിലും ഇങ്ക് പറ്റുന്നുണ്ട്. ഫെലി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന കണ്ട് ടീച്ചർ അവളോട് എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഫെലി ഒന്നും പറയാൻ നിൽക്കുന്ന കണ്ട് രാഗ ചിരിക്കുന്നു. ഇത് ചെയ്ത് രാഗിയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ജോർദന് മനസ്സിലാകുന്നു ഇതെല്ലാം ചെയ്ത് രാഗിയാണെന്ന്. ടീച്ചർ അവളോട് വാഷ്റൂമിലേക്ക് പോകാൻ പറയുന്നു. ഹേമ എണീറ്റ് ഫെലിയെ ഞാൻ വാഷ്റൂമിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ജോർദൻ എണീക്കുന്നു. എന്നിട്ട് അവൻ്റെ ജാക്കറ്റ് കൊണ്ട് അവളെ കവർ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ രാഗയ്ക്ക് ഇഷ്ടാകുന്നില്ല. ടീച്ചർ ഞാൻ ഫെലിയെ വാഷ്റൂമിൽ കൊണ്ടുപോകട്ടെ എന്ന് ജോർദൻ ചോദിക്കുന്നുണ്ട്. ടീച്ചർ സമ്മതിക്കുന്നു. അവന് ഫെലിയും കൂട്ടി ക്ലാസ്സിന് വെളിയിലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുകയാണ്. ഷാനി അവളോട് ഞാൻ ഇതുവരെ ജോർദനെ ഒരു ഗേളിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എലീന അവളെ സപ്പോർട്ട് ചെയ്യുന്നു. ശരിയാണ്, ജോർദൻ എപ്പോഴും അവൻ്റെതായ ഒരു ലോകത്താണ് കഴിയുന്നത്. ആരോടും ഒന്നും പറയാറില്ല. പക്ഷേ ഇന്ന് ഫെലിക്ക് വേണ്ടി അവൻ സ്റ്റാൻഡ് ചെയ്ത് സർപ്രൈസിങ് ആണെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അവർ ജോർദന്റെ പേര് പറഞ്ഞ് ഫെലിയെ കളിയാക്കുന്നുണ്ട്. ജോർദൻ നിന്നെ ലൈക്ക് ചെയ്യുന്ന തോന്നുന്നതെന്ന് അവർ പറയുന്നു. ഫെലി സ്മൈൽ ചെയ്തുകൊണ്ട് ജോർദൻ ഒരു നല്ല പേഴ്സൺ ആണെന്ന് പറയുന്നു. ഹേമ എപ്പോൾ അവിടേക്ക് വന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, നിന്നെ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഞാൻ വീട്ടിൽ പോവുകയല്ല, ജോബിന് വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരോടും ബൈ പറഞ്ഞ ശേഷം അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഹേമയ്ക്ക് ചെറുതായിട്ട് ബാഡ് ഫീൽ ചെയ്യുന്നു തൻ്റെ കൂടെ ഫെലി വരാനതിൽ. ഇവിടെ ഹെൽഗയും നാവിറോയും രാഗയെ വെയിറ്റ് ചെയ്ത് കാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. രണ്ടുപേരുടെയും കയ്യിൽ ഗേൾസിൻ്റെ സാധനങ്ങളുണ്ട്. ഇത് കണ്ട് നാവിറോ ഹെൽഗയോട് നിന്റെ ലൈഫിൽ ഏതെങ്കിലും ഗേൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. താനൊരു ഗേളിനെ ലൈക്ക് ചെയ്യുന്നെന്ന് ഹെൽഗ കൺഫസ് ചെയ്യുന്നുണ്ട്. താനും ഒരു ഗേളിനെ ലൈക്ക് ചെയ്യുന്നെന്ന് നാവിറോയെ കൺഫസ് ചെയ്യുന്നു. ആ ഗേളിനെ കുറേ നാളായിട്ട് താൻ അഡ്മയർ ചെയ്യുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ലൈക്ക് ചെയ്യുന്നത് സെയിം ഗേളിനെയാണെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ രാഗ അവിടേക്ക് ദേഷ്യത്തിൽ വരുന്നു. എങ്ങനെയെങ്കിലും ഫെലിയെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫെലി ഇന്ന് അവളുടെ ജോബിന് പോവുകയാണെന്ന് നാവിറോ പറയുന്നു. ഇത് കേട്ട് രാഗയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവർ മൂന്ന് പേരും ഫെലി വർക്ക് ചെയ്യുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നു. ഫെലി അപ്പോൾ ഒരു ട്രേയിൽ ജ്യൂസ് ഗ്ലാസസുമായി നടന്നു വരികയായിരുന്നു. ഈ അവസരം കാണുന്ന രാഗ മനഃപൂർവ്വം നടന്നു വന്ന് ഫെലിയുമായി കൂട്ടുമുട്ടുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ജ്യൂസ് എല്ലാം താഴെ വീഴുന്നുണ്ട്. ഇത് രാഗയാണെന്ന് മനസ്സിലാകുമ്പോൾ ഫെലി അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. പക്ഷേ അവൾ എന്തെങ്കിലും പറയുന്ന മുന്നേ തന്നെ രാഗ അവളോട് ദേഷ്യപ്പെടുന്നു. നീ മനഃപൂർവ്വമാണ് ഞാനുമായി കൂട്ടിമുട്ടിയെന്ന് അവൻ പറയുന്നുണ്ട്. ഫെലി മറുപടി എന്തെങ്കിലും പറയുന്ന മുന്നേ തന്നെ ബോസ് അവിടേക്ക് വരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൾ മനഃപൂർവ്വം വന്ന് ഞാനുമായി കൂട്ടിമുട്ടിയെന്ന് രാഗ പറയുന്നു. ഫെലി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ബോസ് അവളോട് രാഗയോട് സോറി പറയാൻ പറയുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ മനസ്സില്ല മനസ്സോടെ അവൾ സോറി പറയുന്നുണ്ട്. പക്ഷേ രാഗയുടെ പ്ലാൻ ഇത്രമാത്രം ആയിരുന്നില്ല. അവൻ അവളുടെ മുന്നിൽ വെച്ച് തൻ്റെ വാലറ്റ് മിസ്സായ പോലെ അഭിനയിക്കുന്നു.
നേരത്തെ രാഗയും ഫെലിയും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽഗ വന്ന് രാഗയുടെ പേഴ്സ് ഫെലിയുടെ ട്രേയുടെ അടിയിൽ വെക്കുന്നുണ്ടായിരുന്നു. ഇവിടെ രാഗ തൻ്റെ വാലറ്റ് മിസ്സായപ്പോൾ അഭിനയിക്കുന്നു. അവിടെയെല്ലാം അവൻ്റെ പേഴ്സ് നോക്കുന്നുണ്ട്. ഫെലിയുടെ ട്രേയുടെ അടിയിൽ നിന്ന് അവന് പേഴ്സ് കിട്ടുകയും ചെയ്യുന്നു. ഇവളെൻ്റെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് രാഗ പറയുന്നു. ഇതെല്ലാം കേട്ട് ബോസിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് ഫെലി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ രാഗയാകട്ടെ ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവളൊരു തീഫാണെന്നും എൻ്റെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും അതുകൊണ്ട് ഇവളെ ഈ ജോബിന് പുറത്താക്കാനും അവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഫെലിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. ബോസ് അവളെ ജോബിന്ന് പുറത്താക്കുന്നു. രാഗ അവിടുന്ന് പോകുന്നുണ്ട്. ഫെലിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. പക്ഷെ അവൾക്ക് ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. തൻ്റെ യൂണിഫോം ചേഞ്ച് ചെയ്ത ശേഷം ഫെലി അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. രാഗ അവിടെ ഇരുന്ന് അവളോട്, ഇതെല്ലാം ഒരു ട്രെയിലർ മാത്രമാണ്. നീ ഞങ്ങൾ പറയുന്ന പോലെ കേട്ട് ഞങ്ങളുടെ ഡാഡിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഫെലിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. നിന്നെപ്പോലുള്ള ആളുകൾക്ക് ഈ ജോബ് എനിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാകില്ല. ഓരോ രൂപ ഉണ്ടാക്കാനും എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിനക്കറിയില്ല എന്ന് അവൾ പറയുന്നു. അവൾ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ രാഗയ്ക്കും ചെറുതായിട്ട് ബാഡ് ഫീൽ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി സാഡായി വീട്ടിലേക്ക് നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഒരു കാർ കൊണ്ടുവന്ന് അവളുടെ അടുത്ത് നിർത്തുന്നുണ്ട്. അത് ജോർദൻ ആയിരുന്നു. അവൻ അവളോട് കാറിൽ കയറാൻ പറയുന്നു. ഫെലി വേണ്ടെന്ന് പറയുമ്പോൾ ജോർദൻ ഇറങ്ങി വന്ന് അവളെ ഫോഴ്സ് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നു. നാവിർ എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എൻ്റെ ബ്രദേഴ്സിന് വേണ്ടി ഞാൻ നിന്നോട് സോറി പറയാണെന്ന് ജോർദൻ പറയുന്നു. ഫെലി മറുപടി ഒന്നും പറയുന്നില്ല. എൻ്റെ ബ്രദേഴ്സ് ചെയ്ത ഈ കാര്യത്തിന് ഞാൻ റീപേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞ് ജോർദൻ അവളെയും കൂട്ടി ഒരു ഷോപ്പിലേക്ക് വരുന്നു. അവിടെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സെല്ലാം ഫെലി നോക്കി നിൽക്കുന്ന കാണുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് ജോർദൻ അവളോട് പറയുന്നു. ഇതെല്ലാം ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന് ഫെലി പറയുന്നുണ്ട്. രാഗ കാരണം നിന്റെ സ്കേർട്ട് ഇന്ന് ചീത്തയായി, സോ ഇതെല്ലാം അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണെന്ന് കണക്കാക്കിയാൽ മതിയെന്ന് ജോർദൻ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഫെലി വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. സോ ജോർദൻ അവൾക്ക് വേണ്ടി ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നീ വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് ഡ്രസ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുള്ളൂ. കാരണം നിനക്ക് ഉറപ്പായിരുന്നു നീ ഒരുപാട് നാള് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കില്ലെന്ന്. തൻ്റെ പക്കൽ സത്യത്തിൽ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ഫെലി പറയുന്നുണ്ട്. ഇത് കേട്ട് ജോർദൻ അവളെ നോക്കുന്നു. അവൾക്ക് ഒരുപാട് നെർവസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മാനിക്യൂനുമായി കൂട്ടിമുട്ടുന്നു. അവൾ താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ ജോർദൻ അവളെ പിടിക്കുന്നുണ്ട്. ഒരു വർക്കർ വന്ന് ആ മാനിക്യൂനെ പിടിക്കുന്നു. ഫെലി അപ്പോഴും ജോർദൻ്റെ മുന്നിൽ ഒരുപാട് നെർവസ് ആയിരുന്നു. അവൾ പെട്ടെന്ന് കുറേ ഡ്രസ്സ് എടുക്കുന്നു. താൻ ട്രൈ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് ട്രയൽ റൂമിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ജോർദൻ ഫെലിയുമായി വീട്ടിലേക്ക് വരുന്നു. അവരുടെ പിറകെ രാഗയുടെ കാറും ഉണ്ടായിരുന്നു. രാഗയും നാവിറും ഹെൽഗയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ജോർദനും ഫെലി ഒരുമിച്ച് പോകുന്നത് രാഗ കാണുന്നു. അവൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവൻ ജോർദൻ്റെ റൂമിലേക്ക് വന്ന്, നീ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്ലാനെ നെഗറ്റീവായി അഫക്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഫെലിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നീ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം അവൾക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ല എന്ന് രാഗ പറയുന്നു. നീ ഫെലിയോട് ഇത്രയും മോശമായി പെരുമാറുമ്പോൾ അവളെക്കുറിച്ച് ആലോചിച്ച് നിനക്ക് ഒട്ടും കഷ്ടം തോന്നാറില്ലേ? നീ എൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നില്ലെന്ന് ജോർദൻ രാഗയോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വരുന്ന രാഗ ജോർദനുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നാവിറോ ഹെൽഗ അവിടേക്ക് വന്ന് ഒരു ഗേളിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഫെലി അപ്പോൾ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടി നടക്കുകയായിരുന്നു. ഇവരെ കണ്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ട്. ഫെലി വെറും ഒരു ഓർഡിനറി ഗേളാണ്. അവൾ ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. നമ്മുടെ മുന്നിലെല്ലാം അവൾ ഒരു ഗുഡ് ഗേളിനെ പോലെ അഭിനയിക്കുകയാണ്. സത്യത്തിൽ അവൾ അങ്ങനെയല്ല. അവൾ ഇതെല്ലാം ചെയ്യുന്നത് ഫാദറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ സിമ്പതി പിടിച്ചു പറ്റാൻ. അവൾ സത്യത്തിൽ നമ്മുടെ പണത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് രാഗ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫെലിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവൾ റൂമിലേക്ക് വന്ന് രാഗയെ സ്ലാപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു.
ശരി, ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാമെന്ന് അവൾ പറയുന്നുണ്ട്.